ഹലോ യൂട്യൂബ്. അപ്പോൾ റേഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും എസ് പി ഒമൻ. അപ്പോൾ എസ് പി ഒമൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും ഇന്ന്. ആൻഡ് ലെറ്റ്സ് ബിഗിൻ. അതെ, ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. കാണാൻ നല്ല ഭംഗിയാണ്. പഴയ ഒമെനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒമെന് ഒരു ബാഡ്ജ് ആയിരുന്നു, അവരുടെ ഒരു ലോഗോ ആയിരുന്നു. അതിന് വരെ ഈ ഒമെൻ ആക്കിയിട്ടുണ്ട്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് പേഴ്സണലി. സോ അപ്പോൾ ഇത് Ryzen 7 7780HS പ്രൊസറിൽ വരുന്ന ലാപ്ടോപ്പാണ് വിത്ത് 6GB NVIDIA 4050 VRAM. ഇങ്ങനെ സ്പെക്സ് ഭയങ്കര കാര്യമായിട്ട് പറയുന്നില്ല, ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിത് പറഞ്ഞു പോവാം. ആൻഡ് ഇത് 1TB SSD ആയിട്ടാണ് വരുന്നത്. ആൻഡ് സ്പെക്സ് കൂടുതൽ പറയാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് സ്പെക്സ് ഒക്കെ അറിയാം, വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാൻ എൻ്റെ യൂസബിലിറ്റി ആയിരിക്കും പറയുന്നത്. ഏകദേശം 2 മാസമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും ഞാൻ പറയുന്നത്. ഗെയിമിങ്, കണ്ടന്റ് ക്രിയേഷൻ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഇത് ഞാൻ മാറ്റി വെച്ചേക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കൈവേന എടുക്കുന്നു. ഓക്കെ, പറഞ്ഞ പോരെ. സോ അപ്പം എസ് പി ഒമൻ ഒറ്റ നോക്കി പറയുകയാണെങ്കിൽ സംഭവം അടിപൊളിയാണ്. കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഗെയിമിങ്ങിനാണെങ്കിലും പിന്നെന്താ മൾട്ടിമീഡിയയ്ക്ക് ആണെങ്കിലും എല്ലാത്തിനും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് 15.6 ഇഞ്ച് IPS LCD 166 ഹെർട്സിൽ വരുന്ന ഡിസ്പ്ലേ ആണ്. നല്ല റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 166 ഹെർട്സ് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പോയി സെറ്റ് ചെയ്യാം. ഞാൻ ഫുള്ളി കസ്റ്റമായിട്ട് 166 ഹെർട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. ആൻഡ് അതുപോലെ തന്നെ പിന്നെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. സോ അതിനനുസരിച്ചുള്ള ബാറ്ററി ലൈഫൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ആക്ച്വലി മിക്കപ്പോഴും കുത്തിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കേസ് ഞാൻ പറയാം. അല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു 3-3.5 മണിക്കൂർ മാക്സിമം ഒക്കെ കിട്ടി. കാരണം ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണല്ലോ. ഇതിലിരിക്കുന്ന ഇന്റേണൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനൊക്കെ നല്ല പവർ വേണം, വലിക്കും, ഇടിക്കും. സോ ബാറ്ററി ലൈഫ് അങ്ങനെ നോക്കണ്ട. നിങ്ങൾ കിട്ടിയിട്ടായിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ലാപ്ടോപ്പ്. സോ അത് ഒരു 3-3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സ്വിച്ച് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ അത് സ്വിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും പെട്ടെന്ന് ബാറ്ററി ഇറങ്ങും. എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലാപ്ടോപ്പാണ്. അപ്പം ലാപ്ടോപ്പിനെ പോലെ യൂസ് ചെയ്യണം. അല്ലാണ്ട് അതിനായിട്ട് പിഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് പരിപ്പായി പോകും. ഇത് നിങ്ങളുടെ പ്രധാന യൂസ് ഗെയിമിംഗ് ആണ് എങ്കിൽ ഒരിക്കലും ഒരു ലാപ്ടോപ്പ് എടുക്കരുത്. ഓക്കെ, ലാപ്ടോപ്പിൽ ഗെയിം കളിക്കാം എന്നുള്ളതാണുള്ളത്. അല്ലാണ്ട് പ്രധാന യൂസ് ഗെയിമിംഗ് ആണെങ്കിൽ ലാപ്ടോപ്പ് ഒരിക്കലും എടുക്കരുത്. PC യിലോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. PC അല്ലെങ്കിൽ കൺസോൾ, ഇതായിരിക്കും ഏറ്റവും നല്ല ഗെയിമിങ്ങിനാണെങ്കിൽ. അല്ല നിങ്ങൾക്ക് പോർട്ടബിലിറ്റി വേണം, ഗെയിം കളിക്കണം, കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് മെയിൻ നിങ്ങളുടെ ഇത് ഗെയിമിംഗ് ആണെങ്കിൽ PC എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗെയിമിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതിൽ ഫോർസ ഹൊറൈസൺ 5 കളിച്ചു നോക്കി, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കി, PUBG കളിച്ചു നോക്കി, വാലറന്റ് കളിച്ചു നോക്കി, ODC കളിച്ചു നോക്കി. അത്യാവശ്യം ഗ്രാഫിക്കലി ഇന്റൻസ് ആയിട്ടുള്ള ഗെയിം എന്ന് വെച്ചാൽ ഫോർസ ഹൊറൈസൺ നല്ല ഗ്രാഫിക്കലി ഇന്റൻസ് ആയിട്ടുള്ള ഗെയിമാണ്. ഞാൻ കളിച്ചു നോക്കി, ഫുള്ളിട്ട് കളിച്ചു നോക്കി, മാക്സ് റേ ട്രേസിംഗ് ഒക്കെ മാക്സ് ഓൺ ചെയ്തിട്ട് കളിച്ചു നോക്കി. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സംഭവം വർക്കാവും, പ്രശ്നമൊന്നും ഇല്ലാണ്ട്, ഒരു പ്രശ്നമില്ലാണ്ട് സാധനം വർക്കായിക്കോളും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പാവും. ആ ഒരു പരിഗണന കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യണം. മീഡിയം ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലിക്കും ഫോർസ. പിന്നെ ഇത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, എന്നാൽ ഞാൻ പ്രാവശ്യം കൂടെ പറയാണ്, കുത്തിയിട്ടേ ഗെയിം കളിക്കാവുള്ളൂ. ഫോണൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി അടിച്ചു, അതുകൊണ്ട് കുത്തിയിടാണ്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ബോർഡ് അടിച്ചു ചൂട് കാരണം ഇത് 120 വാട്ടാണ് മാക്സിമം ഔട്ട്പുട്ട് ഇതിൻ്റെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ. ആ ഔട്ട് അത് കിട്ടത്തില്ല. എന്നാലും ഒരു 100, 105, 110 വാട്ടൊക്കെ കിട്ടണമെങ്കിൽ പവർ വേണം. മനസ്സിലായ? കുത്തിയിട്ട് യൂസ് ചെയ്യുക ലാപ്ടോപ്പ് ഗെയിം കളിക്കുമ്പോൾ. അല്ലാത്ത സമയം ഫുൾ ടൈം കുത്തിയിടല്ല ഞാൻ പറയുന്ന. ഈ ഇന്റൻസീവ് ആയിട്ടുള്ള ടാസ്ക് ഇല്ലേ, ഗെയിം കളിക്കുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കുത്തിയിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഈ നോർമലായിട്ട് ബ്രൗസൊക്കെ ചെയ്യുമ്പോൾ കുത്തിയിടണമെന്നില്ല, സിനിമയെ കാണുമ്പോഴും കുത്തിയിടണമെന്നില്ല. അല്ലാണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ASUSലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, 80 വെച്ച് ചാർജിങ് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവം ഇതിൽ ഇല്ല. അത് ഭയങ്കര ഒരു അലമ്പ് പരിപാടിയാണ്. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ അത് ഇന്റേണലി ഹാൻഡിൽ ചെയ്യുന്നു, അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ സംഭവം ഇല്ല. ചെറിയ ലാപ്ടോപ്പിലൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ മെയിൻ ലാപ്ടോപ്പിലൊന്നും, വലിയ ലാപ്ടോപ്പിലൊന്നും, ഫ്ലാഗ്ഷിപ്പ് ലാപ്ടോപ്പിലൊന്നും അതില്ല. അതൊരു മൈനസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ പെർഫോമൻസിനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടിപൊളിയാണ്. ഗെയിം കളിക്കാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം, എല്ലാം ചുമ്മാ വർക്ക് ചെയ്യും. കാരണം അതിനുള്ള സാധനമാണല്ലോ ഇത്. പിന്നെ ഇതിൽ കീബോർഡ് RGB അല്ല കേട്ടോ, ഇത് സിംഗിൾ ലൈറ്റേ ഉള്ളൂ, വൈറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. RGB ഉള്ള വേറൊരു മോഡലുണ്ട്, ഞാനെടുത്ത RGB അല്ല, ഒറ്റ ലൈറ്റേ ഉള്ളൂ. RGB വേണ്ടവർക്ക് ആ മോഡൽ, ഇപ്പം എനിക്ക് തോന്നുന്നു ആ മോഡൽ ഇറങ്ങുന്നുള്ളൂ.
ഐ തിങ്ക് ആമസോണിൽ ഇപ്പോൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മോഡലേ കാണത്തില്ല, 6 GB ഉള്ളത്. വലിയ കാര്യമൊന്നുമില്ല, 2-3 ലൈറ്റ് അവിടെ ഇവിടെ കത്തും. ഇതാകുമ്പോൾ സിംഗിൾ ലൈറ്റ്. ഞാൻ മിക്കപ്പോഴും ഞാനത് ഓഫ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. ഇല്ല ഏത് ലൈറ്റ് ആണെങ്കിലും വെള്ളമാണെങ്കിലും. പിന്നെ ഞാൻ ഗെയിം കളിക്കുന്ന സെപ്പറേറ്റ് കീബോർഡ് വെച്ചിട്ടാണ്, അല്ലാണ്ട് ഇതിലെ കീബോർഡ് വെച്ചല്ല കളിക്കുന്നത്. സോ ദ തിങ് ഈസ്, ലാപ്ടോപ്പ് അടിപൊളിയാണ്. വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം 2.5 കിലോ ഉണ്ട്. ചാർജർ കൂടെ വരുമ്പോൾ ഒരു 3 കിലോ കൂടുതൽ വരും. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പായിട്ട് തോന്നത്തില്ല ഒരു ഫസ്റ്റ് ഗ്ലാൻസിൽ. നോർമൽ ഒരു ലാപ്ടോപ്പായിട്ടേ തോന്നത്തുള്ളൂ. നിങ്ങൾ പ്രെഡേറ്ററും ടഫൊക്കെ കണ്ടിട്ടുണ്ട്, പെട്ടി പോലെ ഇരിക്കും. പക്ഷെ ഇത് ഭയങ്കര ഒരു പ്രീമിയം ലുക്കാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് സാധനത്തിന്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പക്ഷേ അന്ന് വെച്ച് ചെറുതാന്ന് വെച്ച് ഹീറ്റിങ്ങിന് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ് ആയിട്ടാണ് ഹീറ്റിങ്ങും വരുന്നത്. പിന്നെ ഞാൻ കൂളർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കൂളർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടൊരു കൂളർ വയ്ക്കുന്നത് നല്ലതായിരിക്കും. വളരെ യൂസ് ആവും. ഗെയിം കളിക്കുമ്പോൾ ഞാൻ കൂളർ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിൽ തന്നെ ഇടപെട്ട് വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. സോ ദ മെയിൻ തിങ്, പ്രൈസ്. ഈ സാധനത്തിന് 1,00,000 രൂപയായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ. ഇപ്പോഴും ആ പ്രൈസ് തന്നെ ഉണ്ട്. സെയിലിന് കുറഞ്ഞായിരുന്നു, ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫറൊക്കെ വന്നപ്പോൾ, അല്ലാണ്ട് കുറഞ്ഞൊന്നുമില്ല. ആ ഒരു പ്രൈസിന് സംഭവം അടിപൊളിയാണ്. 4K ഡിസ്പ്ലേ ഇല്ല കേട്ടോ 1,00,000 രൂപയ്ക്ക്. ഫുൾ HD ഡിസ്പ്ലേ ഉള്ളൂ, 4K ഡിസ്പ്ലേ ഇല്ല. എഡിറ്റിങ് അതിലോട്ടൊക്കെ പോകുന്നവർ സെപ്പറേറ്റ് ഒരു ഡിസ്പ്ലേ മേടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും, മനസ്സിലായി. കളർ ആക്യുറസിക്ക് വേണ്ടി. കളറൊന്നും അത് ആക്യുറേറ്റ് ഒന്നും അല്ലേ, IPS LCD ആണല്ലോ. ആൻഡ് പിന്നെ മെയിൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഗെയിമിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ ഗെയിമിംഗ് എന്ന് വെച്ചാൽ ഗെയിമിംഗ് മാത്രമാണെങ്കിൽ ലാപ്ടോപ്പ് എടുക്കരുത്, PC-യിലോട്ട് തന്നെ പോവുക. ഈ ഒരു 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപ്പ സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, കോൺഫിഗറേഷൻ. പിന്നെ കറണ്ട് കാശ് വരും, അത് ശ്രദ്ധിക്കണം. ഓക്കെ. അതുപോലെ തന്നെ സർവീസ് സെൻ്റർ HP നിറച്ച് സർവീസ് സെൻ്റർ ഉണ്ട് ഇവിടെയൊക്കെ. ഓതറൈസ്ഡ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുന്ന വളരെ നല്ലതായിരിക്കും. സാധനത്തിന് ഇത്ര വലിയ ലാപ്ടോപ്പ് ആയും എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുമ്പോൾ കുറച്ച് പൈസയാകും. 10,000 12,000 എന്തോ ആണ്. 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ. 3 വർഷമാണെങ്കിൽ 20,000 എടുത്ത് വരും. സോ ആ പൈസ മുടക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാണ്ടല്ലോ കിളസും കീറിപ്പോകും. നമ്മൾ അത്രയ്ക്ക് പൈസയാണ് സാധനത്തിന് വരുന്നത്. സോ അതെടുക്കുന്നത് നല്ലതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ കീബോർഡിലുണ്ടല്ലോ, നിങ്ങൾ കീബോർഡായിട്ടാണ്, ഞാൻ എക്സ്റ്റേണലാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഇതിൻ്റെ കീബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നംപാഡ് ഇല്ല കേട്ടോ. നംപാഡ് ഇല്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് എന്ന് വെച്ചാൽ ചെറുതാക്കാൻ വേണ്ടി, കോമ്പാറ്റബിലിറ്റിക്ക് വേണ്ടിയാണ് അത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അത് ഇഷ്യൂ ഉള്ളവർ സെപ്പറേറ്റ് ഒരു കീബോർഡ് മേടിച്ച് വെക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ ഇതിൻ്റെ തന്നെ പ്രൈസ് റേഞ്ചിലുള്ള വേറെ ലാപ്ടോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ടഫ് ഉണ്ട്. പിന്നെ അസ്യൂസിൻ്റെ ടഫ് ഉണ്ട്. പിന്നെ ലോക്കുണ്ട്. ലോക്കിന് ഈ പ്രൈസ് ഇല്ല ശരിക്കും. ഈ പ്രൈസ് ഒന്നും ഇല്ല. ഇതിൻ്റെ കുറച്ച് പ്രൈസിന് ഭയങ്കര സ്പെസിഫിക്കേഷൻ കിട്ടും. പക്ഷേ ലെനോവോടെയാണ് ലോക്ക്. ലോയ്ക്കും അത്യാവശ്യം നല്ല ലാപ്ടോപ്പൊക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ HP എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ്, പിന്നെ സർവീസ് സെൻറ്റർ. ലാപ്ടോപ്പ് എടുക്കുമ്പോൾ നമ്മളതൊക്കെ നോക്കണ്ട. സർവീസ് സെൻറ്റർ മെയിൻ സംഭവമാണ് ലാപ്ടോപ്പ് എടുക്കുമ്പോൾ. അത് മസ്റ്റാണ്. കാരണം എന്തെങ്കിലും തരൂലായിരിക്കും, വന്നു കഴിഞ്ഞാൽ സർവീസ് സെൻറ്റർ ഇല്ലെങ്കിൽ അടിയാണ്. സോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ HP എടുത്തത്. വെബ് ക്യാമൊക്കെ അറിയാമല്ലോ ലാപ്ടോപ്പിൻ്റെയാണ്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ലൈറ്റ് ഉള്ളപ്പോൾ കുഴപ്പമില്ല, ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഒന്നും കാണത്തില്ല. ക്യാമ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം വീഡിയോ കോളും മീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം, ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഒരു ആപ്പ് ഉണ്ട്, ഒമൻ ഗെയിമിംഗ് ഹബ് എന്ന് പറഞ്ഞിട്ട്. അതിലാണ് ഫുൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫാൻ്റെ സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം. പിന്നെ സ്വിച്ച് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ലൈറ്റ് സ്റ്റുഡിയോ എന്നുള്ള സാധനം ഉണ്ട്, അത് ഇതിലില്ല. കാരണം ഇതിൽ നമ്മൾ RGB ഇല്ലാത്തതുകൊണ്ടില്ല. RGB ഉള്ള വേർഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പെർ കീക്ക് സെപ്പറേറ്റ് RGB ഒക്കെ സെറ്റ് ചെയ്ത് ഇടാം. അതൊക്കെ നല്ല ഫീച്ചറാണ്. പക്ഷേ മേടിക്കുമ്പോൾ ഇതുള്ളൂ, അതിനകത്ത് ഉപയോഗിക്കത്തുമില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഫാൻ്റെ സ്പീഡ് കൂട്ടാൻ, കുറയ്ക്കാം, സ്വിച്ച്, അതൊക്കെ സെപ്പറേറ്റ് ഒരു ആപ്പ്. അവർ തന്നെ ഗെയിമൊക്കെ സജസ്റ്റ് ചെയ്യും. നമുക്ക് എല്ലാ ഗെയിമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമൊക്കെ അവിടെ പോയി കിടക്കുക, അവിടെ നിന്ന് ലോഞ്ച് ചെയ്യാം. അതൊക്കെ അല്ല, ഇതിൻ്റെ ഇത് അടിപൊളി ആപ്പ്, അടിപൊളി. ഒമൻ ഗെയിമിംഗ് ഹബ് എന്ന് പറഞ്ഞ ആപ്പ് അടിപൊളി ആപ്പാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. സെയിം നെയിം തന്നെയാണ്. അവിടെ ഞാൻ വേറെ കുറേ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ റീൽസും ഒക്കെ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഐ തിങ്ക് എല്ലാം കവർ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ